നമുക്കിപ്പോൾ മേക്കപ്പിനേക്കാളും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ മേക്കപ്പിനൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഹെയർ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. ഹെയർ സ്റ്റൈലിങ്ങിൽ ശരിക്കും ഷൈനിങ് സ്പ്രേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ്. ഒരു ഷൈനിങ് കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ഷൈനിങ് എഫക്റ്റ് മാത്രമല്ല, ശരിക്കും നമ്മൾ ചില സമയത്ത് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ചിലരുടെ മുടിയൊക്കെ ഭയങ്കര ഡള്ളായിട്ട് പോകും. അങ്ങനെ ഡള്ളായിട്ട് പോകുന്ന ആളുകൾ ശരിക്കും ഒന്ന് ആ ഒരു ഫിനിഷിങ് സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനൊരു എന്താ പറയുക, ഒരു ഫിനിഷായി എന്ന് ഫീൽ ഉണ്ടാക്കാൻ ശരിക്കും ഡൾ ഹെയറിനുള്ളിൽ നമ്മുടെ ഷോസ്കോഫിൻ്റെ സ്പാർക്ലർ എന്ന് പറയുന്ന ഷൈനിങ് സ്പ്രേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഹെയറിൻ്റെ സ്റ്റൈലിങ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെയറിൽ നിന്ന് കുറച്ച് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 30 സെൻറ്റിമീറ്റർ അകത്തി പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്യുക വിടുക. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഹെയറിൻ്റെ മുകളിലൂടെ ഒന്ന് ഉണങ്ങാൻ ഒരു ഫ്യൂ സെക്കൻഡ്സ്, ഒരു 3-4 സെക്കൻഡ്സ് കൊടുത്തതിന് ശേഷം എല്ലായിടത്തേക്കൂടെ ആ സ്പ്രേ ഈവനായിട്ട് വന്നു, അതായത് എല്ലായിടത്തും ഒരേപോലെ വരാനായിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഒരു ഡള്ളായി നിൽക്കുന്ന ഹെയറും അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിനാണ് സ്പാർക്ലർ എന്ന് പറയുന്ന ഷോസ്കോഫ് ബ്രാൻഡിലുള്ള സ്പ്രേ ഉപയോഗിക്കുന്നത്. പക്ഷേ പലർക്കും ഒരു സംശയമുണ്ട്, അതായത് പഴയ സ്പ്രേ ആയിരുന്നോ നല്ലത്, ആ സിൽവർ കളറുള്ള ബോട്ടിൽ കിട്ടുമെന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ സ്പാർക്ലർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷോസ്കോഫിൻ്റെ ഓസിസ് എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്പാർക്ലർ സിൽവർ നോക്കി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്പ്രേ കമ്പനി വിഡ്രോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇതാണ് പുതിയ ബോട്ടിൽ സ്പാർക്ലർ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളുടെ മാക്മിഡിൻ്റെ ട്രിവാൻഡ്രം കൊച്ചി സ്റ്റോറുകളിൽ അവൈലബിൾ ആണ്. കൊച്ചി നമ്മളുടെ MG റോഡ് ജോസ് ജംഗ്ഷൻ മെട്രോ പില്ലർ നമ്പർ 725 സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം. ഒപ്പം നമ്മളുടെ ട്രിവാൻഡ്രം സ്റ്റോർ നിൽക്കുന്നത് ചെന്തിട്ട സിഗ്നലിൽ നിന്ന് ആര്യശാലയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ്.